നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് സയ്യിദ് അലി ഹുസൈനി ഖമേനി തിങ്കളാഴ്ച ഇന്ത്യക്കൊപ്പം ഗാസയ്ക്കും മ്യാൻമാറിനും മുസ്ലിങ്ങൾ ദുരിതമനുഭവിക്കുന്ന സ്ഥലങ്ങളിലൊന്നായി നടത്തിയ പ്രസ്താവന തള്ളി ഇന്ത്യ. പരാമർശത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി അപലപിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ ഖമേനി ഇങ്ങനെ പറഞ്ഞു: ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലായ്പ്പോഴും ഒരു ഇസ്ലാമിക ഉമ്മ എന്ന ഞങ്ങളുടെ പങ്കിട്ട ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങളെ നിസ്സംഗരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മ്യാൻമാറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു മുസ്ലിം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നാം ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് സ്വയം മുസ്ലിങ്ങളായി കണക്കാക്കാനാവില്ല. മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് നടത്തിയ അസ്വീകാര്യമായ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള പ്രസ്താവന എന്ന തലക്കെട്ടിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കി. ഇറാൻ പരമോന്നത നേതാവ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഇവ വിവരക്കേടും അസ്വീകാര്യവുമാണ്. ന്യൂനപക്ഷങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങളിൽ മറ്റുള്ളവയെ കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ് സ്വന്തം റെക്കോർഡ് നോക്കാൻ നിർദ്ദേശിക്കുന്നു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ സോഷ്യൽ മീഡിയയിലൂടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പങ്കുവച്ചു. മഹ്സ അമിനിയുടെ കൊലപാതകത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ഇല്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ദിവസമാണ് ഖമേനിയുടെ പ്രസ്താവനയും പുറത്തുവന്നത്. ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായാണ് മഹ്സ അമിനി എന്ന 22-കാരി കൊല്ലപ്പെട്ടത്. ഇതാദ്യമായല്ല ഇറാന്റെ ആത്മീയ നേതാവ് ഇന്ത്യയെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്ഥലമെന്ന് വിളിക്കുന്നത്. ഏറ്റവും പുതിയ അഭിപ്രായം പറയാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് വ്യക്തമല്ല. നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയും ആയത്തുള്ള ഖമേനി പ്രതികരിച്ചിരുന്നു. കാശ്മീരിലെ മുസ്ലിങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങൾ ആശങ്കപ്പെടുന്നു എന്നായിരുന്നു ഖമേനിയുടെ പ്രതികരണം. കാശ്മീരിലെ കുലീനരായ ജനങ്ങളോട് ഇന്ത്യൻ സർക്കാർ നീതിപൂർവമായ നയം സ്വീകരിക്കണമെന്നും മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തടയുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഖമേനി അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ മുൻകാല അനുഭവം വെച്ച് അതിനും സാധ്യത കുറവാണ്. ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തത്. കഴിഞ്ഞ 10 വർഷത്തേക്കുള്ള തുറമുഖ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇക്കഴിഞ്ഞ മെയ് മാസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ അഭിപ്രായങ്ങൾ പുറത്തു വന്നതെന്നും ശ്രദ്ധേയമാണ്. ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പങ്കിടുന്നുണ്ട്. 80% എണ്ണയും പശ്ചിമേഷ്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇസ്രായേലുമായുള്ള നയതന്ത്രപരമായ ബന്ധം പ്രത്യേകിച്ച് പ്രതിരോധത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ് ടെഹ്റാൻ. ന്യൂഡൽഹിയും ടെഹ്റാനും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീകരതയുടെ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ ഇസ്രായേലുമായി ബന്ധിപ്പിക്കുന്നതും ഭീകരതയാണ്. ഒക്ടോബർ 7 ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ ആദ്യ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.